പേജ് നമ്പർ 55 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ ഓഫ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താ മക്കളെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു കഴിയുമ്പോൾ അതിന്റെ 4 വെർട്ടെക്സും സർക്കിളിനകത്താണെങ്കിൽ അതിന് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അതുകൂടാതെ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇപ്പൊ നമ്മളൊരു പേര് കൊടുക്കുകയാണ് ABCD എന്ന് പേര് കൊടുത്താൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. അതായത് ആംഗിൾ B പ്ലസ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ D എന്ന് പറയുന്നത് 180 ഡിഗ്രി വരും. അതുപോലെ ആംഗിൾ സിയും ആംഗിൾ എയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി വരും. ഇതിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതായത് 4 വെർട്ടെക്സും ഈ സർക്കിളിനകത്തായിരിക്കും. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയ 180, ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയ 180 കിട്ടും. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനകത്ത് ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഔട്ടർ ആംഗിളിൻ എനി വെർട്ടെക്സ് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഔട്ടർ ആംഗിൾ. ഇപ്പൊ ഇവിടെ നമ്മൾ ഔട്ടർ ആംഗിൾ ആയിട്ട് എടുത്തേക്കണം സി എന്ന വെർട്ടെക്സിൽ നിന്നാണ് വരച്ചേക്കണത്. അതായത് BCE എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ടർ ആംഗിൾ. അത് എന്തിനോട് ഈക്വൽ ആണ്? ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. നമ്മൾ ഏത് വെർട്ടെക്സിൽ നിന്നാണോ ഔട്ടർ ആംഗിൾ വരച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഇന്നർ ആംഗിൾ A എന്ന് പറയുന്നത് ഇത് D. അപ്പൊ ഈ ആംഗിൾ എയും ആംഗിൾ BCയും എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതായത് ഈ BC എന്ന് പറയുന്നത് ഔട്ടർ ആംഗിൾ, ഈ ക്വാഡ്രിലാറ്ററിന്റെ ഇന്നർ ആംഗിൾ, ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ഇന്നർ ആംഗിൾ A, ഈ ആംഗിൾ എയും ആംഗിൾ BCയും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമേ എഴുതണം. ഏതാ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഔട്ടർ ആംഗിൾ BCE എന്ന് പറയുന്നത് ഈ ഔട്ടർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ഇന്നർ ആംഗിൾ, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ BCE ഈക്വൽ ടു ആംഗിൾ A എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം എഴുതുക. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് ആദ്യമേ നോക്കണം. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ത് തന്നിട്ടുണ്ട്? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. ഇവിടെ എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഓപ്പോസിറ്റ് ആംഗിൾ ഏതൊക്കെയാ? ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈക്വൽ ടു 180 ആയിരിക്കും. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. ഇനി ആംഗിൾ A പ്ലസ് അതുപോലെ തന്നെ ആംഗിൾ A പ്ലസ് ആംഗിൾ BCE ഈക്വൽ ടു ആംഗിൾ BCD ഈക്വൽ ടു 180 ആയിരിക്കും. അതായത് ഈ ആംഗിളിന്റെയും സം 180 ആയിരിക്കും, ഈ ആംഗിളിന്റെയും സം 180 ആയിരിക്കും. അപ്പൊ ആംഗിൾ എയും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ BCD അതെന്തായിരിക്കും? 180 ആയിരിക്കും. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയുടെയും തുക എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിക്കഴിയും. ഇനി നമുക്ക് എന്തറിയാം? ഈ BCE എന്ന് പറയുന്നതും BCD എന്ന് പറയുന്നതും ഈ രണ്ട് ആംഗിൾസ് എന്താണ്? സം 180 അല്ലേ? കാരണം ലീനിയർ പെയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? ആംഗിൾ BCD പ്ലസ് ആംഗിൾ BCE ഈക്വൽ ടു 180. തുക എപ്പോഴും 180 ആയിരിക്കും, കാരണം ലീനിയർ പെയർ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എന്താണ്? ആംഗിൾ A പ്ലസ് ആംഗിൾ BCD സമം 180 അല്ലേ? അപ്പൊ അതിനകത്ത് ഈ BCD കണ്ടുപിടിക്കാലോ. അതുപോലെ തന്നെ ഇവിടെ എന്ത് കണ്ടുപിടിക്കുക? ആംഗിൾ BCD ഇതിനകത്ത് എഴുതാൻ പാടില്ലേ? ഇത് നേരെ ഇപ്പുറത്തേക്ക് ഉണ്ടായ. അപ്പൊ നമ്മൾ ഈ രണ്ട് ആംഗിളിനകത്തും BCD ഉണ്ട്. അപ്പൊ ആ രണ്ടിനകത്തും BCDയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നാമത്തെ എടുത്തു കഴിയുമ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ BCD ഈക്വൽ ടു 180 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് രണ്ടിനകത്തും ഉള്ളത് BCD ആയതുകൊണ്ട് നമ്മൾ ഈ BCDയെ ഇവിടെ നിർത്തണം. ആംഗിൾ BCD
ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ കിട്ടും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഇനി ഇവിടെ നോക്കി അതേപോലെ ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് എഴുതാം? അവിടെയും ആംഗിൾ ബി സി ഡി കണ്ടുപിടിക്കാൻ പാടില്ലേ നമുക്ക്? ആംഗിൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 180 മൈനസ് ആംഗിൾ ബി സി ഇ എന്നാവും. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ 2 ഇക്വേഷനും കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്താ മക്കളെ? 180 മൈനസ് ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ബി സി ഇ എന്നായി. ഇവിടെ നോക്കി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ 180 ഉണ്ട്, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ മൈനസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു മൈനസ് ആംഗിൾ ബി സി ഇ എന്നാവും. അപ്പോൾ ഈ മൈനസും ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഇ. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് അല്ലേ? ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിനോട് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതാണ്. പ്രൂവ് ചെയ്യണ റിസൾട്ട് ആയില്ലേ? ദെയർഫോർ ഹെൻസ് ദ റിസൾട്ട്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയി.